വാങ്ങിക്കോ. പിന്നെന്താ ഞാൻ എത്ര ആളോട് തോന്നിയിട്ടുണ്ട് ഇതുവരെ? പിന്നെ നാട്ടിലെല്ലാം വർത്തമാനം മോശമല്ലോ. വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ ഉപദ്രവിച്ചയാൾ അറസ്റ്റിൽ. മണിയൂർ മുടപ്പിലാവിൽ സ്വദേശി താഴെപ്പൊയിൽ രവീന്ദ്രനെയാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പെൺകുട്ടിയുടെ അയൽവാസിയായ ഇയാൾ വിമുക്ത ഭടനും നിലവിൽ പയ്യോളിയിലെ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമാണ്. വീട്ടിൽ പെൺകുട്ടി തനിച്ചാണെന്ന് മനസ്സിലാക്കിയ ഇയാൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇയാളെ തട്ടിമാറ്റി ഓടിയ പെൺകുട്ടി ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിയെത്തി. വടകര പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ വടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ആ തോടി കയറി അപ്പോൾ ഇവൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് വേഗം ഇവൾ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഇവൻ പിടിച്ച് അവൻ പറയാൻ പറ്റാത്ത രീതിയിൽ അവളെ ബുദ്ധിമുട്ടിച്ച്. ഇവൾ വെള്ളം വെച്ച് ഹോളിനെ ചേർത്ത് ഒരടിയും കൊടുത്തിന് പുറത്ത് തുള്ളി. ഇയാൾക്ക് നേരത്തെ പല വിധത്തിലും ജീപ്പിൽ കയറിയാൽ അതുപോലുള്ള പലരുടെയും പ്രശ്നം ഇങ്ങനെ പുറത്തുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ അഭിപ്രായം ഇവരെക്കുറിച്ചില്ല. ഇതിനെക്കുറിച്ചൊരു മോശമായ അഭിപ്രായമാണ് നേരത്തെ. പിന്നെ സംസാരിക്കാൻ സാധാരണ നമ്മളെ പോലത്തിൽ നിന്ന് അവൻ ഒരു തികച്ചും മോശമായ ഭാഷയാണ് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ വിലങ്ങനെ വർത്തമാനത്തിനായിരുന്നു നിൽക്കില്ല. ഇയാൾ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്താണ്. ഇപ്പം ഏതോ ഒരു BSNLോ മറ്റോ രാത്രി നൈറ്റ് വാച്ച്മാനായിട്ട് പോകുന്നു. ചുമല് കയറാണ് എന്താ മദ്യപിക്കാറില്ല. മദ്യപിച്ചിട്ടാണോ ഇന്ന് പോയേ? അല്ല, എന്തിനാ വീട്ടിൽ പോയേ? തോളിൽ കൈയിട്ടിട്ടാണോ വാങ്ങിക്കുക? മക്കള് കല്യാണം കഴിഞ്ഞാണോ? തോന്നില്ലേ? എത്ര വയസ്സുണ്ട് അവർക്ക്? ഈ തോളിൽ കൈയിട്ട കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? മക്കളെ പ്രായമേ ഉള്ളൂ അല്ലേ? അതിനേക്കാളും വലിയ മകളുണ്ടോ? ഇല്ലേ? അതിനേക്കാൾ വലിയ മകളില്ലേ? അപ്പൊ മകളെ പോലെ പ്രായമല്ലേ ഉള്ളവരാ ഇല്ലേ? അപ്പൊ എങ്ങനെ തോന്നിയ സ്വഭാവം? ഇങ്ങനെ തോന്നിപ്പോക്കെ ശരിയാണോ? ശരിയാണോ? Bobby Chamanur International Jewelers.